കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ചേട്ടൻ ഒരു മാലിന്യ കൂമ്പാരത്തിനിടയിൽ പോയി പണിയെടുക്കുകയും അവസാനം ഒരു ഡ്രെയിനേജിൻ്റെ ഉള്ളിലേക്ക് ഒഴുകി പോവുകയും മരിക്കുന്ന ആയിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേൻ്റെ ആൾക്കാരും നഗരസഭയുടെ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. നിങ്ങളാണ് ആ മാലിന്യത്തിൻ്റെ കാരണക്കാർ, ഞങ്ങളല്ല. അപ്പം മറ്റൊരു നിങ്ങളാണ് കാരണക്കാർ, ഞങ്ങളല്ല എന്ന് പറയും. ആര് കാരണക്കാരാണേലും ഒരാൾ അവിടെ മരിച്ചു, അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ ആരാണ് അവിടെ മാലിന്യം കൊണ്ട് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരാണ്. പക്ഷെ അത് നിയന്ത്രിക്കേണ്ട കടമ അവിടുത്തെ നഗരസഭയ്ക്കുണ്ട്. അല്ലാതെ പരസ്പരം റെയിൽവേ നഗരസഭേനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ നഗരത്തിൻ്റെ മാതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മേയറെയാണ്. അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കണ്ടത്. മറ്റേ KSRTC ബസ് തടഞ്ഞു നിർത്തി അഹങ്കാരം കാണിക്കുന്നതിൻ്റെ പകുതി ഒരു ആത്മാർത്ഥത ഈ കേസിൽ കാണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു അനന്ത എന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാമും പിന്നീട് അത് നിന്നുപോയതും ഇപ്പോഴത്തെ സർക്കാർ അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ റിപ്പോർട്ടുള്ള വാർത്തയൊന്ന് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമ്മളിന്ന് കണ്ട കാഴ്ചകൾ, പരസ്പരമുള്ള പഴിചാരലുകൾ യഥാർത്ഥത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളിൽ നിന്ന് വമിക്കുന്നതിനേക്കാൾ വലിയ ദുർഗന്ധമായിരുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അത്യന്തം നിരാശയാണ് ഈ രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൽ കോർപ്പറേഷൻ്റെ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായതും വളരെ ഗുരുതരമായൊരു അനാസ്ഥയാണ്. പക്ഷേ അതിനെ അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു KSRTC ബസ് നിങ്ങൾ തടയാൻ കാണിച്ചതിൻ്റെ 10-1 ജാഗ്രത മതിയായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ പറയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുവെന്നും അത് നീക്കം ചെയ്യേണ്ടതിന് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണെങ്കിലും റെയിൽവേ അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവനാണ് എന്നുള്ളതാണ്. ആ ജീവൻ ഇപ്പോൾ ബാക്കിയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് ചർച്ച ചെയ്യുമ്പോഴും ആ മാലിന്യ കുമ്പാരത്തിനിടയിൽ, ആ ദുർഗന്ധത്തിനിടയിൽ ആ മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ എത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും അദ്ദേഹം കഴിയുന്നത് എന്നത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പഴിചാരലായിപ്പോയി എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആമയിഴഞ്ചൻ തോട് ഇന്നും ഇന്നലെയും അല്ലല്ലോ ഈ മാലിന്യങ്ങൾ വമിക്കാൻ തുടങ്ങിയത്. എത്രയോ കാലങ്ങളായി ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാരും ഒക്കെ നമ്മുടെ ചർച്ചയിൽ വരുന്നു. 2015 നേരത്തെ സൂചിപ്പിച്ച ഓപ്പറേഷൻ അനന്ത വരുന്നു. ഓപ്പറേഷൻ അനന്ത 2-3 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ആ പ്ലാൻ. അന്ന് ബിജു പ്രഭാകർ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ മന്ത്രിമാരുടെ ഇടപെടലില്ലാതെ ഞങ്ങൾ ഇത് നടപ്പിലാക്കാമെന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ടിറങ്ങുകയും ആദ്യത്തെ ഒരു വർഷം നന്നായി പദ്ധതി 26 കിലോമീറ്ററാണ് തിരുവനന്തപുരത്തിലെ വ്യത്യസ്ത ഓടകൾ ക്ലീൻ ചെയ്ത് ഏകദേശം 700ഓളം ലോഡ് മാലിന്യമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെയും വന്നവർ നിന്നത് പ്രധാനമായിട്ടും ഈ ബോട്ടിലേക്ക് എന്ന് പറയുന്ന ഈ ആമയിഴഞ്ചാൻ തോട് 117 മീറ്റർ ടണലിലേക്ക് പ്രവേശിക്കുന്ന റെയിൽവേയുടെ മുന്നിലാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഓപ്പറേഷൻ അനന്തയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമാണിമാരുടെ ഹോട്ടലുകളുടെയും ബാറുകളുടെയും മുന്നിലേക്ക് ഈ ഓപ്പറേഷൻ അനന്ത പദ്ധതി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ നിശ്ചലമാവുന്ന അവസ്ഥയുണ്ടായി. സർക്കാർ മാറുന്നു, സർക്കാർ മാറി പുതിയ സർക്കാർ വരുന്നു. ഈ അനന്തയുടെ 2ാമത്തെ ഘട്ടത്തിനും 3ാമത്തെ ഘട്ടത്തിൻ്റെയും വിശദാംശങ്ങൾ അന്ന് ജില്ലാ കളക്ടറായിരുന്ന വാസുകി വിജയാനന്ദിന് ഫോർവേഡ് ചെയ്യുന്നു, അന്നത്തെ ചീഫ് സെക്രട്ടറി. പക്ഷേ 2ാമത്തെ പിണറായി സർക്കാർ ഓപ്പറേഷൻ അനന്ത തുടരാൻ തീരുമാനിച്ചില്ല. അപ്പം മേയറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ന് തന്നെ വെച്ചോളൂ. അതിനകത്ത് കറക്റ്റാണ് അരുൺ പറഞ്ഞത്. ആ KSRTC ബസ് തടഞ്ഞു നിർത്തി യദു എന്ന് പറയുന്ന ഡ്രൈവറെ ഉള്ള ചീത്ത മൊത്തം വിളിക്കുകയും പിന്നെ അയാൾക്കെതിരെ നടത്തിയ കേസും പെട്ടെന്ന് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായതും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് ജനങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മെമ്മറി കാർഡ് അവിടെ പോയി എന്നറിയില്ല. യദുവിനിപ്പോൾ ജോലിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അധികാരം അവിടെ മേയർ പ്രയോഗിച്ചു. പക്ഷേ ഈ തോടിൻ്റെ ഇവിടെ മേയർക്ക് അധികാരം പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. അത് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ. മേയർ എന്ന് പറയുന്ന പദവി നഗരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല. ആൾക്കാർ മരിച്ചാലും കുഴപ്പമില്ല, ബസ് തടഞ്ഞു നിർത്തി അടിയുണ്ടാക്കാനും എൻ്റെ അധികാരം ആവശ്യമില്ലാത്ത സ്ഥലത്ത് വിനിയോഗിക്കാനുമാണ് എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള രീതിയിലാണ് മേയർ എന്ന് തോന്നുന്നു. ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും മേയർ ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേയറെയാണ് കാണാൻ സാധിച്ചത്.
അത് എന്തു പറയാനാണ്, പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെവിയിലേക്ക് എത്താത്ത ഒരു തരം ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി അധികം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലും പറയാതിരിക്കുന്നത് ശരിയല്ല. എല്ലാവരും വായി മൂടിക്കെട്ടിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പറയുക. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിലെങ്കിലും ആ തോടയ്ക്കൊന്ന് വൃത്തിയാക്കി ഇനിയും ഒരു ജീവൻ കൂടി അതിനകത്ത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ടുള്ളൊരു ഇത് നഗരമാതാവ് കാണിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ്.